ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ രാവിലത്തെ ഒരു തിരക്കാണല്ലേ. സ്കൂളുണ്ട് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കലും രാവിലത്തെ നാഷ്ട ഉണ്ടാക്കലും ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആട്ടോയിലിരിക്കുമ്പോഴാട്ടോ ഒരു വിശ്രമം ഉണ്ടാവുക. അതുവരെ രാവിലെ ഒരു നെട്ടോട്ടമാണ്. അങ്ങനെ ഇതാ പിന്നെയൊക്കെ കുട്ടിപ്പട്ടാളങ്ങളായിട്ട് സ്കൂളിൽ പോകട്ടോ. ഒക്കെ അവന് സ്കൂളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലം കേട്ടോ, അത് അവിടെ അമ്പലത്തിൽ നിന്ന് പരിപാടി കേട്ടോ. 2-3 ദിവസമായി പരിപാടി, പെരുന്നാളിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്നാട്ടോ അന്നദാനം നമ്മളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇനി അടുത്ത മാസം വിഷു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താണ് കൊന്നപ്പൂ നല്ല പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അവിടെയും ചെറുതായിട്ടൊന്ന് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ അവനെയൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിഞ്ഞ് ആ വഴി വെണ്ണക്കര വഴി നമ്മൾ ആദ്യം ഇരുന്ന വഴി കേട്ടോ വന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഫാത്തിമക്കുട്ടിനെ അവളുടെ സ്കൂളിലും ഇതാട്ടോ, അവളുടെ സ്കൂളിൽ ചെയ്ത് കഴിഞ്ഞാൽ കല്ലേക്കാടാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് അവളുടെ സ്കൂളിലേക്ക്. എന്നാലും അവൾക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് അത്ര ദൂരം വരുന്നുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ മാറ്റങ്ങളൊക്കെ അവൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി നമ്മുടെ കടലാസ് പൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫേമസ് അല്ല അവിടെ കളറായിട്ട്. പിന്നെ അവൻ്റെ ഫ്രണ്ട് വീട്ടിൽ നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിൽ നല്ല മാമ്പഴങ്ങളുണ്ട് കേട്ടോ. മാമ്പഴം എന്ന് പറയുമ്പോൾ നല്ലൊരു റെഡ് കളറാവണോ, നല്ല ടേസ്റ്റുള്ള മാമ്പഴം കേട്ടോ പഴുത്താൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചന്തം കണ്ടപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഇനി പോയിട്ട് വേണം ചോറും കൂട്ടാനൊക്കെ വെക്കാൻ. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഒരു കൊക്കറിന് കേട്ടോ. അത് ഇവിടെ കുഴിയാണ്, കാല് വെച്ചാൽ അങ്ങനെ പൂന്തി പോകും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. മെട്രോ നഗർ വഴി നമ്മൾ അങ്ങനെ വരും. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വരുന്നവർക്കൊക്കെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാട്ടോ. നമ്മുടെ ആ ഭാഗത്തേക്ക് മെട്രോ ഭാഗം നല്ല രസമാട്ടോ. വന്നു കഴിഞ്ഞാൽ ഫുൾ തൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇതാട്ടോ. അപ്പോൾ നമ്മൾ കല്ലേക്കാട് ആ വഴി ഓരം വഴി ഇങ്ങനെ വരും. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താനായിട്ടോ. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ശോഭാ സുരേന്ദ്രനെ കാണും, ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെന്താ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതാ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒരു കൊന്നുണ്ട് അതാട്ടത്. അവിടെ ഒരു 3 ഇതളായിട്ട് ഇങ്ങനെ തൂങ്ങുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു 2 തൂങ്ങുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണാൻ. ദൂരത്തൊന്നും പോയി എടുക്കണം, നമുക്ക് അടുത്തേന്ന് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാട്ടാ, മുകളിലായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.